Hi, Taufik. ഹലോ. തൗഫീക്ക് മ്യൂട്ടാണ്. ഹലോ. Would you help me in your setting? Class, yeah.
ഹായ് തൗഫീഖ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമ്മൾ സെഷൻസ് ഒരു 5 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സ്പീക്കറിന് മൈക്കിന് ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഹായ് ഹായ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ലാപ്ടോപ്പിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഫോണിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ലാപ്ടോപ്പിലും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ജോയിൻ ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ വരതാ? ഓക്കെ, ഹായ് ഓൾ. അപ്പോൾ നമ്മള് 5 ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 6th ചെക്ക് പോയിന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ കൂടുതലും ഇസ്റ്റിയോ, ഇന്നത്തെ സെഷൻ ഇസ്റ്റിയോ ആണ്. അതേപോലെ കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ആയിരിക്കും ഇനിയുള്ള സെഷൻസിൽ. സോ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കുക. സോ ഇന്നത്തെ നമ്മുടെ സ്പീക്കർ തൗഫീഖ് ആണ്. തൗഫീഖ് ഇതിനു മുമ്പും നമുക്ക് ഡെവോപ്സ് മലയാളത്തിന് വേണ്ടി സെഷൻസ് എടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് our pleasure to welcome തൗഫീഖ്. Over to you. താങ്ക് യു. തൗഫീഖ് ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ ഷെയർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പറയാം.
ഹായ് ഓൾ. കേൾക്കുന്നുണ്ടോ എല്ലാരും? അപ്പം എനിക്കൊന്ന് ലാസ്റ്റ് ക്ലാസ് നിങ്ങൾ ഏതായിരുന്നു നമ്മൾ ടോപ്പിക് കവർ ചെയ്തത്? ക്യൂബർനെറ്റസ് കംപ്ലീറ്റ് ആയില്ലായിരുന്നോ ലാസ്റ്റ് സെക്ഷൻ? ഓൾ ഓഫ് യു ലാസ്റ്റ് ആർക്കായിരുന്നു കുബർനെറ്റിസ് കവർ ചെയ്തായിരുന്നു. ക്യൂബർനെറ്റസിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണോ അതോ എൻട്രി ലെവലായിട്ട്? ഓക്കെ. അപ്പം ക്യൂബർനെറ്റസിന്റെ ഫണ്ടമെന്റൽസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കാരണം നമ്മൾ ആ ക്യൂബർനെറ്റസ് അറ്റ്ലീസ്റ്റ് അതിന്റെ ഫണ്ടമെന്റൽസും അതിന്റെ ആർക്കിടെക്ചറും ഒരു വർക്ക് ഫ്ലോ ഒക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇസ്റ്റിയോയിലോട്ട് ഇസ്റ്റിയോടെ എന്താണ് അതിന്റെ കോർ പ്രിൻസിപ്പിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അത് കൺഫ്യൂസ് ആയിട്ട് മാറും. ഞാൻ ആ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഏതാണ് നമ്മളെ ക്യൂബർനെറ്റസ് ആർക്കിടെക്ചറും അതിന്റെ ഒരു വർക്ക് ഫ്ലോയും ഒരു ഹൈ ലെവൽ നോളജ് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. നമ്മള് ഇസ്റ്റിയോടെ എന്താ പറയാ, നമ്മളിന്ന് ഇസ്റ്റിയാണ് പ്ലാൻ ചെയ്തേക്കുന്ന. ഇസ്റ്റി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ ആർക്കെങ്കിലും? എന്തിനാണ് നമ്മൾ ഇസ്റ്റി യൂസ് ചെയ്യുന്ന, ഇസ്റ്റി കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ? ഇല്ല. ഓക്കെ. നമ്മൾ എന്റർപ്രൈസിൽ ക്യൂബർനെറ്റസ് ക്ലസ്റ്റർ റൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഒരു നോർമൽ ക്ലസ്റ്റർ, ഒരു നോർമൽ ക്യൂബർനെറ്റസ് ക്ലസ്റ്ററിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു രണ്ട് പോഡ് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയാമോ ക്യൂബർനെറ്റസ് ബൈ ഡിഫോൾട്ട്? സർവീസസ്. അതെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ക്യൂബർനെറ്റസ് ക്ലസ്റ്റർ ഉണ്ട്. ഓക്കെ, ഒരു ക്യൂബർനെറ്റസ് ക്ലസ്റ്റർ. ഇതിൽ ഞാൻ ജസ്റ്റ് വർക്കർ പാർട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇവിടെ വർക്കർ ഭാഗമെന്ന് വിചാരിച്ചാൽ മതി. ശേഷം അവിടെ നമുക്ക് ഒരു 2 ടയർ ആപ്ലിക്കേഷൻ എന്ന് വിചാരിച്ചു, ഒരു 2 ടയറുള്ള ആപ്ലിക്കേഷൻ. അപ്പൊ 2 ടയറുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു അനാട്ടമി എന്ന് പറയുന്നത്? ഒരു 2 പോഡ് ഉണ്ടാവില്ലേ, അങ്ങനല്ലേ? ഒരു 2 ടയർ ആപ്ലിക്കേഷൻ നമ്മൾ ക്യൂബർനെറ്റസ് ക്ലസ്റ്ററിനകത്ത് റൺ ചെയ്യുന്ന സമയത്ത് 2 പോഡിലായിട്ടായിരിക്കും അത് റൺ ചെയ്യുന്നത്, അങ്ങനല്ലേ? കറക്റ്റ് അല്ലേ? 2 പോഡ് കാണും. അതുപോലെ ആ പോഡിനകത്ത് 2 കണ്ടെയ്നേഴ്സ് ഉണ്ടാവും, 1 ഈച്ച് എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊരു കണ്ടെയ്നർ. നോഡൊന്നും വരയ്ക്കുന്നില്ലേ? ഇതാണ് നമ്മളെ കണ്ടെയ്നർ. ഇപ്പോൾ ഒരു ഫ്രണ്ട് എൻഡാന്ന് വിചാരിക്കാം. ഇതാണ് നമ്മളെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ. ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷന്റെ കണ്ടെയ്നർ ഈ ഒരു പോഡിനകത്ത് റൺ ചെയ്യുന്നു. ഇത് പോഡ്. അതേപോലെ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സർവീസാണ് നമ്മൾ ഈ 2 ടയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ബാക്ക് എൻഡ് വേറെ പോഡിലായിട്ട് റൺ ചെയ്യുന്ന അതിന് എന്തുണ്ടാവും? കറസ്പോണ്ടിങ് ഒരു കണ്ടെയ്നർ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ കണ്ടെയ്നർ ബാക്ക് എൻഡ് വിചാരിക്കാം. അപ്പം ഇനി നമുക്ക് ഇതിന്റെ കമ്മ്യൂണിക്കേഷനിലോട്ട് വരാം. അപ്പൊ ഈ ഫ്രണ്ട് എൻഡിന് ബാക്ക് എൻഡായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ നോർമൽ കേസ് എന്ന് വെച്ചാൽ ഒരു യൂസർ റിക്വസ്റ്റ് ഔട്ട്സൈഡിൽ നിന്ന് വന്നു. ഓക്കെ, ഒരു യൂസർ റിക്വസ്റ്റ് വന്ന് ഫ്രണ്ട് എൻഡിലെത്തി. ഇനി നമുക്ക് ആ ഫ്രണ്ട് എൻഡ് എത്തിയതിനു ശേഷം ബിസിനസ് ലോജിക്ക് ബേസ് ചെയ്ത് വേണം ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടെന്നുള്ളൊരു കേസ് വെച്ചോ. അപ്പൊ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും? പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇതൊരു പോഡ്, ഇതൊരു അടുത്തൊരു പോഡാണ്.
പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ക്യൂബർനെറ്റിസിനകത്ത്? പറഞ്ഞോ, നമുക്ക് ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് മാറ്റാതെ. സർവീസസ്. ഏത് സർവീസ് വെച്ചിട്ടാണ്? ക്ലസ്റ്റർ ഐപി. ക്ലസ്റ്റർ ഐപി സർവീസ്. ക്ലസ്റ്റർ ഐപി സർവീസ് വെച്ചിട്ട് നമുക്ക് ട്രാഫിക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യല്ലേ. അപ്പം ഫ്രണ്ട് എൻഡിന് ഒരു സർവീസ് ഉണ്ടാവും അല്ലേ? ഫ്രണ്ട് എൻഡിന് ഒരു സർവീസ് ഉണ്ടാവും. ഒരു സർവീസ് നമ്മൾ ഡിപ്ലോയ്, ഒരു സർവീസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടെന്ന് വിചാരിക്കാം. അതേപോലെ ബാക്ക് എൻഡിന് ഒരു സർവീസ് ഉണ്ടാവും. ത്രൂ സർവീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നു, ഓക്കെ, ഒരു റിക്വസ്റ്റ് വന്നതിന് ശേഷം ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡോട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് എങ്ങനെ ആയിരിക്കും പോകുന്നത്. ബാക്ക് എൻഡിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പോകും. സോറി, ഫ്രണ്ട് എൻഡിൽ നിന്ന് ആക്സസ് ആവുന്നത് അതിൻ്റെ ബാക്ക് എൻഡിന് സർവീസിലോട്ട് പോകും. സർവീസ് എന്നിട്ട് ആ സർവീസ് ത്രൂ നമ്മുടെ ബാക്ക് എൻഡിന്റെ പോർട്ടിലോട്ട് ആക്സസ് ചെയ്യും. ഇങ്ങനെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ത്രൂ സർവീസ് ആയിരിക്കും. സർവീസ് ഇത് ഫ്രണ്ട് എൻഡ് സർവീസ് നമ്മളിപ്പോൾ ലോഡ് ബാലൻസ് വെച്ച് എക്സ്പോസ് ചെയ്യുന്ന വെച്ചു. അപ്പോൾ ഇതൊരു LB ആയിട്ട് വിചാരിച്ചാൽ മതി. അപ്പം ഇതുവഴിയായിരിക്കും നമ്മൾ യൂസർ റിക്വസ്റ്റ് ഒന്ന് കയറുന്നത്. ഇങ്ങനെ വന്നിട്ട് നേരെ ഫ്രണ്ട് എൻഡ് വന്ന് കയറുന്നു, ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഇതൊരു ബേസിക് ഹൈ ലെവൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒരു പോഡ് മറ്റൊരു പോഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ത്രൂ സർവീസ് ആയിരിക്കും, സർവീസ് വഴിയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം പോഡ് ടു പോകണമെന്നില്ല. നമ്മൾ യൂസർ റിക്വസ്റ്റ് ആണെങ്കിലും സിമിലർ ആണ്. എന്താണ്, ഒരു ഫ്രണ്ട് എൻഡിന് ഒരു കറസ്പോണ്ടിങ് സർവീസ് ആണ്, ആ സർവീസ് വഴിയായിരിക്കും നമ്മളും കയറുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, ഈ പോണ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ ഒരു 10 ടയർ ആപ്ലിക്കേഷൻ, ഒരു 20 ടയർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഫ്രണ്ടിന്റെ ബാക്കിൻ്റെ വരാം, ഫ്രണ്ടിന് വേറെ മറ്റു സർവീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരുപാട് കണ്ടെയ്നേഴ്സ് ബോർഡൊക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഹൈ ലെവൽ എന്താ പറയുക, കോംപ്ലക്സ് ആപ്ലിക്കേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ n നമ്പേഴ്സ് ഓഫ് സർവീസസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ n നമ്പേഴ്സ് ഓഫ് കണ്ടെയ്നറും പോർട്സും ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ അവിടേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു ഈ കമ്മ്യൂണിക്കേഷന് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് വരുന്നില്ല. ഒന്നാമത്തെ കേസ്. രണ്ട്, ഇതിനകത്ത് തന്നെ പല പല ഇത് വരും കേട്ടോ. അപ്പം ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നേരത്ത് ഇതിനൊരു റീട്രൈ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ പോയി ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ആക്സസ് ചെയ്യണം. അപ്പം ഇത്ര സമയം കഴിഞ്ഞിട്ട് റീട്രൈ ചെയ്തിട്ട് പിന്നെ അത് ഫെയിൽ ആവും. അങ്ങനെ ഒരു പ്രോപ്പർ സെക്യൂർ മെക്കാനിസം ബൈ ഡിഫാൾട്ട് ആണ് ഞാൻ പറയുന്നത്. ഇസ്റ്റിയോക്ക് മുന്നേ ഉള്ള കേസാണ് പറയുന്നത്. ബൈ ഡിഫാൾട്ട് എന്തില്ല, ഒരു എൻക്രിപ്ഷൻ ഇല്ലെന്നാണ് തന്നെ പറയാം കേട്ടോ. പ്രോപ്പറായിട്ട് എൻക്രിപ്ഷൻ ഇല്ല എന്ന് വെച്ചാൽ ഈ ബാക്ക് എൻഡിനെ അറിയത്തില്ല ആരൊക്കെയാ സർവീസ് ആക്സസ് ചെയ്യുന്നതെന്ന്. ഒരു പ്രോപ്പറായിട്ട് എന്തില്ല, ഒരു ഗവർണൻസ് ഇല്ലെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ 2 സർവീസ് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ, ഒരു മൾട്ടിപ്പിൾ സർവീസ് ഒക്കെ ഉള്ള കേസിലാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പം പല പല സർവീസുകൾ റൺ ചെയ്യുന്നു, അതെല്ലാം ബാക്ക് എൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ ബാക്ക് എൻഡ് ഒക്കെ റിക്വസ്റ്റ് വരുന്നത് അവർ റിക്വസ്റ്റ് ചെയ്ത് പോകണം, അങ്ങനെ കേസ്. ഇതിനൊരു പ്രോപ്പറായിട്ട് ഗവർണൻസ് ഇല്ല. പിന്നെ ആരാണ് ആക്സസ് ചെയ്യുന്നതെന്ന് മറ്റുള്ള ഈ ഓരോ കോഡുകൾക്കും ഒരു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്തില്ല ഒരു നോളജ് ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ഒരു മെക്കാനിസം ബൈ ഡിഫോൾട്ട് നമുക്ക് ഇതിനകത്തില്ല, ക്യൂബർനെറ്റിസിനകത്ത് വരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസ് നമ്മൾ എന്താ പറയുന്നത്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇസ്റ്റിയോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്റ്റിയോ എന്ന് പറയുന്ന ഒരു സർവീസ്. ഇസ്റ്റിയോ സർവീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സർവീസ് മെഷാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു സർവീസ് മെഷീന്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ഈ പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, ഇപ്പം ഇതൊരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരു സർവീസ് ചെയ്യുന്നു. ഇത് ഡെവലപ്പർ ഈ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ കോഡ് ചെയ്യുന്ന സമയത്ത് ആ കോഡിനകത്തായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഡ് ചെയ്യുന്ന പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇസ്റ്റിയോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോഡിന്റെ ആവശ്യം വരുന്നില്ല. ഇസ്റ്റിയോ എന്ത് ചെയ്തോളും, ഇതെല്ലാം കൂടെ ഓട്ടോമേറ്റ് ചെയ്ത്, ഈ സെക്യൂറിന്റെ കാര്യമാണ്, ഈ സെക്യൂറും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് ഇസ്റ്റിയോ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് സെക്യൂരിറ്റീസ് വരും. ഇസ്റ്റിയോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊക്കെ എൻഷുർ ചെയ്യാം കുറച്ചുകൂടെ സെക്യൂരിറ്റി. കാരണം എന്താണ്, പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻസ് എൻക്രിപ്റ്റ് ആണ്. ബിഫോർ ഇസ്റ്റിയോ എന്ന് പറയുന്നത് എൻക്രിപ്റ്റ് അല്ലെങ്കിൽ ഇസ്റ്റിയോ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം നമുക്കത് എൻക്രിപ്റ്റഡ് എന്ന് പറയാം. പിന്നെ ട്രാഫിക് റൂട്ടിംഗ് ഒരു വൺ ഓഫ് ദ ഫീച്ചർ ആണ് ട്രാഫിക് റൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതൊരു ആപ്ലിക്കേഷനാണ്, ഒരു V1 ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നിരിക്കട്ടെ. ക്യൂബർനെറ്റ്സിനകത്ത് V1 റൺ ചെയ്യാണ് പ്രൊഡക്ഷനകത്ത്. ഒരു ആപ്ലിക്കേഷന് V1 വെർഷൻ 1. നമ്മൾ അതിന്റെ വെർഷൻ 2 നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്ഷനകത്ത് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പൊ V1 റണ്ണിങ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ V2 ഡിപ്ലോയ് ചെയ്തു. V2 ഡിപ്ലോയ് ചെയ്യുന്ന സെയിം ക്ലസ്റ്ററിനകത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും കേട്ടോ, ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ ബിസിനസ് ഇമ്പാക്ട് ഒന്നും വരാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പുതിയ ആപ്ലിക്കേഷൻ സ്മൂത്ത്ഫുള്ളി എന്ത് ചെയ്തു ഡിപ്ലോയ് ചെയ്തിരിക്കണം പ്രൊഡക്ഷനകത്ത്. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് കാനറി ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. കാനറി. അപ്പൊ ഈ കാനറി ഡിപ്ലോയ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്ന ഇസ്റ്റ് കൊണ്ട് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്റ്റിയോടെ തന്നെ ഫീച്ചർ ആയിട്ടുള്ള ട്രാഫിക് റൂട്ടിംഗ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ട്രാഫിക് റൂട്ടിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നത് ട്രാഫിക് സ്പ്ലിറ്റിങ്ങും ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ V1 ആപ്ലിക്കേഷനിലോട്ട് 100% ട്രാഫിക് വരുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. എന്ന് വെച്ചാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ എക്സ്പോസ് വയ്ക്കുക V1. ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സും കറന്റ്ലി എന്ത് ചെയ്യുന്നു, നമ്മളെ V1 ആണ് ആക്സസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ V2 ഡിപ്ലോയ് ചെയ്യും. V2 ഡിപ്ലോയ് ചെയ്താലും ആക്സസ് നമ്മൾ V1-ലായിട്ടായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ട്രാഫിക് വെച്ചിട്ട് ട്രാഫിക് എന്ത് ചെയ്യും, നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഈ പറയുന്ന കാനറി യൂസ് ചെയ്യുന്നത്. കാനറിയുടെ മെക്കാനിസം അങ്ങനെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു സബ്സെറ്റ് ഓഫ് യൂസേഴ്സിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് V2-ലോട്ട് പോയിന്റ് ചെയ്യും. എന്ന് വെച്ചാൽ നേരത്തെ 100% യൂസർ V1 ആക്സസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25% ട്രാഫിക് ഇപ്പം V2-ലോട്ട് പോയിന്റ് ചെയ്യും. എന്ന് വെച്ചാൽ അറ്റ് എ ടൈം 100 പേര് വരാണെങ്കിൽ 75 പേരും പഴയ ആപ്ലിക്കേഷൻ കാണും, ബാക്കി 25% പേര് എന്ത് പുതിയ ആപ്ലിക്കേഷൻ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് വീക്കിലി നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ പെർസെൻറ്റേജ് കൂട്ടി ഫൈനലി ഇവിടെ 100 ആക്കി മാറ്റും. എന്ന് വെച്ചാൽ 100% ട്രാഫിക്കും V2-ലോട്ട് വന്ന് പിന്നെ ഇതെല്ലാം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം V1 നമ്മൾ മെല്ലെ ഡീകമ്മീഷൻ ചെയ്യും. അപ്പം ഈ ഒരു ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇസ്റ്റിയോയുടെ സഹായത്തോടെ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോണിറ്ററിങ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ കോഡ് ടു കോഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഓരോ എന്താ പറയുന്ന അതിന്റെ ലോക്സും മെട്രിക്സും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കോഡ് ടു കോഡ് കമ്മ്യൂണിക്കേഷൻ ബിഫോർ ഇസ്റ്റോ എൻക്രിപ്റ്റഡ് അല്ലായിരുന്നു, ആഫ്റ്റർ ഇസ്റ്റോ എന്താണ് അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. പിന്നെ ലോഡ് ബാലൻസിങ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇസ്റ്റോയിൽ തന്നെ ഇന്റേണൽ ലോഡ് ബാലൻസിങ്ങിന്റെ ഫീച്ചറും കൂടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ എന്താ പറയുന്ന ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇസ്റ്റോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യൂബർനെറ്റ് ക്ലസ്റ്ററിനകത്ത് ഇസ്റ്റോ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനേബിൾ അല്ല ഇസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെയിം സ്പേസിനകത്ത് അത് ഇൻജെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇതായിരിക്കും. അപ്പൊ ഒരു പ്രൊഡക്ഷനകത്ത് വരുമ്പോൾ ആയിരിക്കും നമുക്ക് ഇതിന്റെയൊക്കെ യൂസേജ് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മൾ നോർമൽ ഒരു ക്യൂബർനെറ്റ് ക്ലസ്റ്റർ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ക്ലസ്റ്റർ സ്പിന്നപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് പോകും. പക്ഷെ ഒരു പ്രൊഡക്ഷൻ എൻവയറമെന്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ആപ്ലിക്കേഷനും മറ്റുള്ള ട്രാഫിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്ത് ക്ലസ്റ്റർ സെക്യൂർ ആക്കി മാറ്റണം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇസ്റ്റിയോ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇസ്റ്റിയോ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നോർമൽ കേസ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്താൽ ഒരു എന്താ പറയുന്ന ഒരു യാമൽ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഒരു യാമൽ മാനിഫെസ്റ്റ് ഒക്കെ എഴുതി അതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷന്റെ റെപ്ലിക്ക ഒക്കെ പറഞ്ഞു കൊടുത്തു, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരു റെപ്ലിക്ക പറഞ്ഞു കൊടുത്തു, ഒരു എക്സാമ്പിൾ എടുത്തു. അപ്പം ഒരു കോഡ് ക്രിയേറ്റ് ആവും, അതിനകത്ത് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആവും. ഇനി ഇസ്റ്റിയോ നമ്മൾ എങ്ങനെ അതിന്റെ ആക്ച്വൽ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്റ്റിയോ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്തതിന് ശേഷം ആ ഒരു കോഡിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കണ്ടെയ്നറൊക്കെ നോർമൽ വരുന്നല്ലേ, പക്ഷെ ആ കോഡിനകത്ത് തന്നെ നമ്മൾ ഇസ്റ്റിയോയുടെ ഒരു കോർ സർവീസും കൂടെ റൺ ആവും. അതൊരു സെപ്പറേറ്റ് കണ്ടെയ്നറിലായിട്ടായിരിക്കും റൺ ആവുന്ന. എന്ന് വെച്ചാൽ മുന്നേ 1 by 1 കണ്ടെയ്നർ ആണെങ്കിൽ ഇസ്റ്റിയോ നമ്മൾ എനേബിൾ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ആണെങ്കിൽ 2 by 2 എന്നായിരിക്കും കാണുന്നത്. എന്ന് വെച്ചാൽ 2 കണ്ടെയ്നർ ആയിരിക്കും വരുന്നത്. ആ രണ്ടാമത്തെ കണ്ടെയ്നറാണ് നമ്മൾ പറയുന്നത് സൈഡ് കാർ കണ്ടെയ്നർ എന്ന് പറയും കേട്ടോ. സൈഡ് കാർ നമ്മൾ ഇസ്റ്റിയോയുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്റ്റിയോ പ്രോക്സി എന്ന് പറയും കേട്ടോ. സൈഡ് കാർ പ്രോക്സി ഒരു പ്രോക്സി കണ്ടെയ്നർ ആണ്. ഈ സർവീസ് ആയിരിക്കും എന്ന് പറയുമ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഒരു കോഡ് ക്രിയേറ്റ് ആയി, ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഒരു കോഡ് ക്രിയേറ്റ് ആയി, നമ്മൾ ആക്ച്വൽ ആപ്ലിക്കേഷൻ കണ്ടെയ്നർ റൺ ആവുന്നുണ്ട്.
നമ്മൾ ഇസ്റ്റ് എനേബിൾ ചെയ്ത് ഇസ്റ്റ് എല്ലാം ഓക്കെ. ആരാ പറയുന്ന? ഹലോ, ഓക്കെ. അപ്പം ഇസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആഫ്റ്റർ എനേബിൾ എന്ന് പറയുമ്പോൾ ഇസ്റ്റ് എനേബിൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതിനുള്ള കേസാണ് ഇത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇസ്റ്റിയോടെ ഒരു സൈഡ് കാർ കൂടെ ഇവിടെ റൺ ആയിട്ട് വരുന്ന കാണാൻ പറ്റും. ഇതാണ് ഇസ്റ്റിയോടെ സർവീസ്. ഇസ്റ്റിയോ സൈഡ് കാർ, ഇത് നമ്മൾ സൈഡ് കാർ കണ്ടെയ്നർ എന്ന് പറയും കേട്ടോ. സൈഡ് കാർ എന്ന് വെച്ചാൽ എല്ലാം ഒരു കണ്ടെയ്നർ, ഒരു ബോർഡ്, ഒരു കണ്ടെയ്നറിന്റെ കൂടെ റൺ ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഒരു സൈഡ് കാർ. നമ്മളെ പണ്ട് ഈ ബൈക്കൊക്കെ ഉണ്ടല്ലോ സൈഡിലോട്ടിരിക്കുന്ന ചെറിയൊരു ആ ഒരു മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ശേഷം നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഡിപ്ലോയ് ആണെങ്കിലും നെയിം സ്പേസ് വെച്ചിട്ട് അതിന്റെ കൂടെ എല്ലാം എന്തുണ്ടാവും, ഒരു സൈഡ് കാർ റൺ ആവും. ശേഷം അതിന്റെ ട്രാഫിക് എങ്ങനെയാന്ന് വെച്ചാൽ ത്രൂ സൈഡ് കാർ ആയിരിക്കും ഇവരെ കമ്മ്യൂണിക്കേഷൻ എല്ലാം വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സിനാരിയോയിൽ 2 പോഡുണ്ട്. നമ്മൾ ഇസ്റ്റ് ഇനേബിൾ ചെയ്തു. അപ്പം ആപ്ലിക്കേഷൻ കണ്ടെയ്നർ ഇവിടെ റണ്ണായി. കൂടെ തന്നെ ഒന്നുണ്ടാവും സൈഡ് കാറിന്റെ സൈഡ് കാറും ഉണ്ടാവും ഇവിടെ ആപ്ലിക്കേഷൻ. ഇനി ഇതൊരു ഫ്രണ്ട് എൻഡ് ആണെന്ന് കൂട്ടിയോ. അതേപോലെ ബാക്ക് എൻഡുകളുണ്ട്. 2 ടയർ ആപ്ലിക്കേഷൻ ആയിട്ട് എടുത്തോ. ബാക്ക് എൻഡിന് എന്തുണ്ടാവും, അതിന്റെ ആപ്ലിക്കേഷൻ കണ്ടെയ്നർ ഉണ്ടാവും. ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ വിചാരിക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് കാർ ഉണ്ടാവും. ഓക്കെ, ഇതിനൊരു സർവീസും ഉണ്ടാവും. ഇതിന്റെ സർവീസ്. ഇനി ഇപ്പൊ യൂസർ റിക്വസ്റ്റ് വന്ന് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനിലോട്ട് വരണം. അപ്പം അതെങ്ങനെയായിരിക്കും മെക്കാനിക്സ് നടക്കുന്ന? അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോകുമ്പോൾ ബിഫോർ ഇസ്റ്റ് എങ്ങനെയായിരുന്നു, ഡയറക്റ്റ് അങ്ങ് പോകും. ആപ്ലിക്കേഷൻ കണ്ടെയ്നറിൽ നിന്ന് തന്നെ നേരെ പോയി സർവീസിലോട്ട് ഒന്ന് കയറി ഇങ്ങനെ കയറി നേരെ ആപ്ലിക്കേഷനിലോട്ട് പോയിട്ട് ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ട്രാഫിക്. ഇസ്റ്റ് വന്നതിന് ശേഷം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ നേരെ ഇസ്റ്റ് കണ്ടെയ്നറിലോട്ട് ചെന്ന് കയറും. ഇങ്ങനെയായിരിക്കും പോണത്. ശേഷം ത്രൂ ഇസ്റ്റ് വഴി നേരെ ബാക്ക് എൻഡ് സർവീസിലോട്ട് ചെന്ന് കയറി അവിടെ നേരെ എന്ത് ചെയ്യും, നേരെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ പോകത്തില്ല, നേരെ എന്ത് ചെയ്യും, ഇവിടുത്തെ എൻവോയ് അല്ലെങ്കിൽ ഈ പറയുന്ന സൈഡ് കാറിനകത്ത് നിന്ന് കയറി ആ സൈഡ് കാറിൽ നിന്നായിരിക്കും നമ്മൾ ആക്ച്വൽ ആപ്ലിക്കേഷനിലോട്ട് പോകണം. ഇങ്ങനെയായിരിക്കും മെക്കാനിസം വരുന്നത്. ഇനിയിപ്പോ ഇവിടെ ഒരു 10 ടയറോ 100 ടയറോ എന്തോ ആയിക്കോട്ടെ, അവിടെ എല്ലാം എന്തുണ്ടാവും, സൈഡ് കാർ വരും. കമ്മ്യൂണിക്കേഷൻ എല്ലാം സൈഡ് കാർ വഴി ആയിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ട്രാഫിക് റൂട്ടിങ്ങോ മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ എൻക്രിപ്ഷനോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ത്രൂ സൈഡ് കാർ പോയാൽ എല്ലാ ട്രാഫിക്കും എല്ലാം ഇവിടെ സേവ് ആയിരിക്കും കേട്ടോ. നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കാണ് പുള്ളി അതൊക്കെ എടുക്കാം. പിന്നെ മോണിറ്ററിങ്ങിനാണെങ്കിൽ അങ്ങോട്ട് പോയിന്റ് ചെയ്യാം. അങ്ങനെ പല യൂസ് കേസ് ആയിരിക്കും നമുക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സെയിം ക്ലസ്റ്റർ നെറ്റ്വർക്കിനകത്ത് ഈവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നെറ്റ്വർക്കിൽ നിന്ന് ഒന്ന് പാക്കറ്റ് ഒന്നും എടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് എൻക്രിപ്റ്റാ. ബിഫോർ എന്താ പറയുന്ന ഇസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ആരെങ്കിലും നെറ്റ്വർക്കിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പാക്കറ്റ് അവർക്ക് എടുത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ ഒരു ഹൈ ലെവൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? All of you ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പം ഇതാണ് അതിന്റെ ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത്. ഇസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ക്ലസ്റ്റർ സെക്യൂർ ആക്കാനാണ്. ബോർഡ് ടു ബോർഡ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒക്കെ സെക്യൂർ ആക്കി മൊത്തം കാര്യങ്ങൾ ഒരു ഓർഗനൈസ് ചെയ്ത് ഈ പറയുന്ന പോലെ സെക്യൂർ ആയാലോ അല്ലെങ്കിൽ ട്രാഫിക്കിംഗ് ആയാലോ മോണിറ്ററിംഗ് ആയാലോ ബോർഡ് ടു ബോർഡ് കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്ഷനോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഇസ്റ്റുള്ള ക്ലസ്റ്ററും ഒരു ഇസ്റ്റ് ഇല്ലാത്തൊരു ക്ലസ്റ്ററും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതൊരു അൺസെക്യൂർ ആണെന്ന ഒരു രീതി പറയാം. ഒരു കേസിൽ കമ്പയറിങ് എന്താണ് ഇസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ക്ലസ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇത് കൂടാതെ പല ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പ്രൊഡക്ഷനിനകത്ത് നമ്മൾ പല യൂസ് കേസ് വെച്ചിട്ടായിരിക്കും ഇസ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഞാനിതൊരു ബിഗിനർ സെക്ഷൻ്റെ ഞാൻ കൂടുതലൊന്നും പോകില്ല. ഒരു ജസ്റ്റ് ഒരു ഹൈ ലെവൽ നോളജ് കിട്ടാൻ വേണ്ടിയാണ്, ഒരു എന്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കോമ്പോണൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇസ്റ്റിയോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ലോക്കലി അല്ലെങ്കിൽ ഹെലം വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലസ്റ്റർ കണക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്ലസ്റ്ററിലോട്ട് നമ്മൾ ആപ്പ് ഈ പറയുന്ന ഇസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കുറെ എന്താ പറയുന്ന ഇതുണ്ട്, കോമ്പോണൻസ് ഉണ്ട്. അപ്പൊ ആ കോമ്പോണൻസും എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്.
പിന്നെ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ രണ്ട് ബോർഡ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അപ്പം രണ്ടാമത്തെ ബോർഡ് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നൊരു കേസ് വരികയാണെങ്കിൽ, ഇപ്പൊ രണ്ട് ബോർഡുണ്ട്. ബിഫോർ ഇസ്റ്റിയോ എന്ന് പറയുമ്പം ബിഫോർ ഇസ്റ്റിയോയിൽ ഒരു രണ്ട് ബോർഡുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് പോകണു. അപ്പം ഈ ബാക്ക് എൻഡ് വർക്കിംഗ് ഫൈൻ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് തിരിച്ച് അങ്ങനെ പോകുന്ന ഒരു കേസായിരിക്കും. ഓക്കെ, ഇൻ കേസ് ബാക്ക് എൻഡ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നോർമൽ ബിഹേവിയർ, ക്യൂബർനെറ്റിസ് നോർമൽ ബിഹേവിയർ എന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങനെ ട്രാഫിക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇസ്റ്റിയോ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്റ്റിയോയുടെ ഒരു വേറെ ഫീച്ചറാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്. സർക്യൂട്ട് ബ്രേക്കർ ഇപ്പം ഇങ്ങനെ ഒരു ട്രാഫിക് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു ഫ്രണ്ട് ആൻഡ് ബാക്കിലോട്ട് ട്രാഫിക് ചെന്ന് അപ്പോൾ ഇവിടെ ബാക്ക് ആൻഡ് റെസ്പോൺസ് ചെയ്യുന്നില്ല എങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇസ്റ്റിയോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് വിടാം അടുത്ത ട്രാഫിക്. അങ്ങനെ മെക്കാനിസമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ, സർക്യൂട്ട് ബ്രേക്കർ. ഇതെല്ലാം ഇസ്റ്റിയോയുടെ ഫീച്ചറാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇതൊരു ഓക്കെ അല്ലേ എല്ലാവരും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എവിടെയാ മെൻഷൻ ചെയ്യുന്നത് ഏത് സർവീസ് നമ്മൾ ബാക്കിലോട്ട് പോകണം എന്നൊക്കെ? ഏതാണ്? അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു ഇവിടെ ഒരു ഫ്രണ്ട് എൻഡിൽ നിന്ന് റിക്വസ്റ്റ് ബാക്ക് എൻഡിലോട്ട് പോകണം എന്നൊക്കെ നമ്മൾ എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്? എന്തെങ്കിലും ഫയൽ എഴുതി കൊടുക്കും, അങ്ങനെയാണോ? യാമൽ മാനിഫെസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന. ഓക്കെ. ഇസ്റ്റിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൺട്രോൾ പ്ലെയിനിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ്, പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കമ്പോണൻസ് ആണ് വരുന്നത്, അത് എങ്ങനെ? ആപ്ലിക്കേഷൻ ഇസ്റ്റിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഇസ്റ്റിയോയുടെ കൺട്രോൾ പ്ലെയിനിലായിരിക്കും ഇതിന്റെ ഇത് വരുന്നത്. അതാണ് ഇസ്റ്റിയോ ഡി എന്ന് പറയുന്ന സർവീസ് ഉണ്ട് കേട്ടോ. അതാണ് അവരുടെ കോർ സർവീസ്. ഇസ്റ്റിയോ ഡി അതിനകത്ത് ഇൻസ്റ്റാൾ ആവും. പിന്നെ ഇൻഗ്രസ് ഉണ്ട്, ഇസ്റ്റിയോടെ തന്നെ ഒരു ഇൻഗ്രസ് ഉണ്ട്. അങ്ങനെ ഒരു 3 കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് 3 കൂടെ ഇൻസ്റ്റാൾ ആകുമ്പോൾ ക്ലസ്റ്ററിനകത്ത് ഇസ്റ്റിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കാം. ഹ്യൂമൻ ക്ലസ്റ്ററിനകത്താണ്. അപ്പം APIക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്, റിസോഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ബാക്കി ക്ലസ്റ്റർ മാസ്റ്റർ പാർട്ടിനകത്ത് ഓക്കെയാണ്, ഇസ്റ്റിയോ സെറ്റ് ആണ്. പിന്നെ നമ്മൾ ഇസ്റ്റിയോടെ തന്നെ മറ്റുള്ള യാമൽ മാനിഫെസ്റ്റ് ഉണ്ട്, അതിന്റെ APIയും അതിന്റെ API വെർഷൻ നെയിംഡ് വെർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഡിഫൈൻ ചെയ്യുന്നതായിട്ടായിരിക്കും നമ്മൾ നമുക്ക് വേണ്ടുള്ള രീതിയിൽ ഇസ്റ്റിയോ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പം പല പല യൂസ് കേസ് ഉണ്ടല്ലോ. അപ്പൊ ആ പല പല യൂസ് കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് യാമൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പോണത്. നമ്മുടെ ഇസ്റ്റിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ മീൻസ് നമ്മുടെ പുറത്തുനിന്നുള്ള ഇപ്പൊ ഒരു ലോഡ് ബാലൻസറിലേക്ക് കണക്ട് ചെയ്യുക, അതൊരു സർവീസ് മീൻസ് ഇസ്റ്റിയോ എങ്ങനെയായിരിക്കും വെളിയിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത്? ഹോപ്പ് അങ്ങനെ ആയിരിക്കും. ഇൻഗ്രസ് ഗേറ്റ്വേ ആണോ? അതെ, ഇൻഗ്രസ് ഗേറ്റ്വേ വെച്ചായിരിക്കും നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ കേസിൽ ലോഡ് ബാലൻസ് വെച്ച് തന്നെ ആയിരിക്കും എക്സ്പോസ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ എൻജിനെക്സ് ഇൻഗ്രസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്റേണലി നമ്മൾ ഇസ്റ്റിയോട്ട് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് പോണത്. ഇപ്പം പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇസ്റ്റിയോടെ ഇപ്പൊ ഒരു ആംബിയന്റ് വെർഷൻ ഒരു ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇസ്റ്റിയോ സർവീസ് മെഷ് ആയിരുന്നു നമ്മൾ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്കൊരു 10 സർവീസ് ഉണ്ടെന്ന് കൂട്ടിക്കോ, ഒരു എക്സാമ്പിൾ. 10 സർവീസ് നമുക്ക് റൺ ചെയ്യണം. അപ്പം 10 പോഡ് ക്രിയേറ്റ് ആവും അല്ലേ? 10 പോഡ് ക്രിയേറ്റ് ആവും, 10 കണ്ടെയ്നറും കാണും അതിനകത്ത്. അപ്പൊ നമ്മൾ ഇസ്റ്റിയോ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ പോകും എന്ന് വെച്ചാൽ ഇസ്റ്റിയോക്ക് വേണ്ടി തന്നെ 10 സർവീസിന് 10 കണ്ടെയ്നർ നമ്മൾ റൺ ചെയ്യണം അവിടെ. ഇത് ഒരു പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇതൊരു യൂട്ടിലൈസേഷൻ ഭാഗം നോക്കുകയാണ്. ഇത്രയും 10 കണ്ടെയ്നർ നമ്മൾ ഇസ്റ്റിയോക്ക് വേണ്ടി മാത്രം, ഇസ്റ്റിയോയുടെ സൈഡ് കാറിന് വേണ്ടി തന്നെ 10 കണ്ടെയ്നർ നമ്മൾ റൺ ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷൻ, CPU മെമ്മറി ഇതൊരു ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്ന ഈ ഒരു മെക്കാനിസം സംഭവം ഒക്കെയാണ്, എന്നാലും നമുക്ക് എന്താണ് ഇത്രയും യൂട്ടിലൈസേഷൻ വരുന്നുണ്ട് ക്ലസ്റ്റർ ബേസിനകത്ത്. അപ്പൊ ഇതിന് ഒരു പ്രതിവിധിയായിട്ടാണ് ഇപ്പം പുതിയൊരു ഇത് അവര് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആംബിയൻ മോഡൽ എന്നുള്ള ആംബിയൻ വെർഷൻ എന്ന് പറയുന്നത്. ആംബിയൻറ്റ് അപ്പൊ ആംബിയനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബിഫോർ ആംബിയന്റ് എങ്ങനെയായിരുന്നു, നമ്മൾ ഓരോ പോഡിനകത്തും ഓരോ സൈഡ് കാർ ആണെങ്കിൽ ആംബിയനകത്ത് വരുന്ന സമയത്ത് പോഡ് ബേസ് ആയിരിക്കും ഇത് വരുന്നത് കേട്ടോ. ഒരു 3 പോഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, സോറി നോഡ് ബേസ് ആണ്. ഒരു 3 നോഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം ഓരോ നോഡിലും ഓരോ ഈ പറയുന്ന പോലെ
ആംബിയന്റ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഏജന്റ് റൺ ചെയ്യും. അങ്ങനെ നമ്മൾ ഡീമൻ സെറ്റ് വെച്ചിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഒരു ക്ലസ്റ്ററിനകത്ത് എത്ര നോഡുണ്ടോ ആ ഓരോ നോഡിനകത്ത് എന്തുണ്ടാവും, ഇത് ഈസ്റ്റിയോടെ നമ്മൾ മുമ്പ് സൈഡ് കാർ റൺ ചെയ്യുന്ന സാധനം ഇപ്പൊ ഇവിടെ ഇതാണ് ഡിഫറെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂട്ടിലൈസേഷൻ ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരു നോഡിൽ ഒരു ഏജന്റ് പോലെ റൺ ചെയ്തോളും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമുക്ക് എത്ര നമ്പേഴ്സ് ഓഫ് കണ്ടെയ്നർ ഇടാം. പക്ഷെ ഇതാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആംബിയന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫൈനൽ വെർഷനോട് എത്തിയിട്ടില്ല. പിന്നെ ഈ ആംബിയന്റ് തന്നെ അവർ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മൈഗ്രേഷൻ കൂടെ ചെയ്യാൻ പറ്റും നമുക്ക്. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഈ പഴയ പ്രോക്സി സെറ്റപ്പ് ആയിരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ പ്രശ്നമൊന്നും കൂടാതെ ആംബിയനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് അതിനകത്ത് തന്നെ. ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചുതരാം. കാരണം ഇനി ഒരു 1-2 കൊല്ലത്തിന് ശേഷം ഫുൾ ആംബിയന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് ഇസ്റ്റിയോ വർക്ക് ആക്കാനായിട്ട് ഇസ്റ്റിയോ നമ്മുടെ ഇസ്റ്റിയോ ഡിയും ഇൻഗ്രസും പ്ലസ് ഒരു ഇസ്റ്റിയോ ഗേറ്റ് വേ എന്ന് പറയുന്ന സർവീസ് ആയിരിക്കും അല്ലേ? മതി. TLS ഉണ്ടെങ്കിൽ മീൻസ് നമ്മൾ TLS മീൻസ് ടെർമിനേഷൻ ഒക്കെ എവിടെ ആയിരിക്കും? TLS എന്ന് പറയുമ്പോഴാണ് ഈ ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പോകാത്തായിരുന്നു. ഇസ്റ്റിയോ എന്ന് പറയുന്നത് ലെയർ 7 അറിയാലോ. നമ്മളെ ക്യൂബർനെറ്റ് ക്ലസ്റ്ററിനകത്ത് ലെയർ 7 ഫീച്ചേഴ്സ് തരുന്ന ഒരു പ്രോസസ് ആണ് ഇസ്റ്റിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ലെയർ 7 വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇസ്റ്റിയോ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് പറ്റും. പക്ഷെ ബൈ ഡിഫോൾട്ട് ഇസ്റ്റിയോ റൺ ചെയ്യുന്ന ലെയർ 4 ആയിട്ടായിരിക്കും. ലെയർ 4. പക്ഷെ നമുക്ക് അതിന്റെ മാക്സിമം അതിന്റെ ഒരു ഹെവി മോഡിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെയർ 7 ഇംപ്ലിമെന്റ് ചെയ്ത് ലെയർ 7 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കോൺഫർ ചെയ്യാൻ പറ്റും. ഇസ്റ്റിയോ വെച്ച് തന്നെ ക്ലസ്റ്റർ കോൺഫർ ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് L4 ആയിരിക്കും പോണത് എന്നുകൂടെ മനസ്സിലാക്കി തരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? ഇനി പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ചോദിച്ചത്. ഞാനൊരു YAML ഫയൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു 10 സർവീസ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ പോഡ് ടു പോഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഡെവലപ്പർ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ തന്നെ ആപ്ലിക്കേഷൻ കോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കും. അതിന്റെ ലോജിക്കും API കോൾസ് ഒക്കെ എങ്ങനെ റൺ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. ശേഷം അത് നമ്മൾ ക്യൂബർനെറ്റിസിലോട്ട് റൺ ചെയ്യുന്ന സമയത്ത് ക്യൂബർനെറ്റിസിനകത്ത് നമ്മൾ അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ എങ്ങനെ ഒരു സർവീസിനകത്ത് ഇപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് ഉണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട് എൻഡ് ആണേ. ഒരു ടെൻഡർ ആപ്ലിക്കേഷന്റെ പല ടയർസ് പല YAML മാനിഫെസ്റ്റോ, ഓരോ സർവീസിന്റെ YAML മാനിഫെസ്റ്റോ. പിന്നെ നമുക്ക് ഫ്രണ്ട് എൻഡ് YAML ഫയൽ നോക്കാൻ നേരത്തെ ഇതൊരു പ്രൊഡക്ഷൻ ഗ്രേഡ് YAML മാനിഫെസ്റ്റോ ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ എൻവയറമെന്റ് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 10 സർവീസിലോട്ട് ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന് 10 സർവീസിലോട്ട് എങ്ങനെ പോയിന്റ് ചെയ്യാന്നുള്ള പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനകത്ത് നെയിം വാല്യൂ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ നെയിമിനകത്ത് നമ്മൾ ഈ പറയുന്ന മറ്റ് സർവീസിന്റെ പോർട്ടും വാല്യൂസ് സർവീസിന്റെ പേരും പോർട്ടും കൂടെ ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. വേണ്ട, ഇവിടെ നെയിം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രോഡക്റ്റ് കാറ്റലോഗ് സർവീസ് എന്ന് പറഞ്ഞൊരു സർവീസിന്റെ പേര്. അതിനകത്ത് ഇത് സർവീസിന്റെ നെയിമാണ്, ഒരു ലോജിക്കലി ഡിഫൈൻ ചെയ്യാനുള്ള നെയിമും. ഇനി ആക്ച്വൽ സർവീസിന്റെ പേരും അതിന്റെ പോർട്ട് നമ്പറും. മനസ്സിലാവുന്നുണ്ടോ? പ്രോഡക്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു സർവീസ് റൺ ചെയ്യുന്നുണ്ട്, ഒരു പോർട്ട് റൺ ചെയ്യുന്നുണ്ട്, അതിനൊരു സർവീസ് ഉണ്ട്. ആ സർവീസിന്റെ പേരാണ് ഇത്. ആ സർവീസിലോട്ട് ചെന്നതിന് ശേഷം ഇപ്പോൾ സർവീസിലോട്ട് എത്തും നമ്മളൊരു റിക്വസ്റ്റ് വന്നാൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് എൻഡിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ട് സർവീസ് പ്രോഡക്റ്റ് കാറ്റലോഗിലോട്ട് പോകണം. അപ്പോൾ സർവീസ് പ്രോഡക്റ്റ് കാറ്റലോഗിന്റെ ആപ്ലിക്കേഷൻ കോഡ് സെപ്പറേറ്റ് റൺ ചെയ്യണമല്ലോ. അതിനൊരു സർവീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിലോട്ടാണ് നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? എന്നിട്ട് ആ അതിന്റെ സർവീസ് എത്തിയതിനു ശേഷം പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരണം. ആ സർവീസ് ആപ്ലിക്കേഷനിലോട്ട് കയറാൻ വേണ്ടിയുള്ള കോഡ് നമ്പർ കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സർവീസിന്റെ കേസും നമ്മൾ YAML മാനിഫെസ്റ്റോയും കൂടെ ഡിഫൈൻ ചെയ്തിരിക്കും. ക്ലിയർ ആകാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇതുവരെ? ഈ ഇസ്റ്റിയോ ഗേറ്റ് വേ API എന്ന രീതി യൂസ് ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അത് ഇത് തന്നെയാണോ? ഗേറ്റ് വേ API ആയിട്ട് യൂസ് ചെയ്യുന്ന
അതും സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇസ്റ്റോ ഗേറ്റ് വേ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ട്രാഫിക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമ്മൾ ഓരോ ഓർഗനൈസേഷൻ വരുമ്പോഴും നമ്മൾ അവിടെ അതെങ്ങനെയാണ് ആർക്കിടെക്ട് ചെയ്തേക്കുന്നത് എന്നാൽ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതെല്ലാം പറഞ്ഞ് അവിടെ ആ ഒരു എൻവയറമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഇസ്റ്റിയുടെ ഓരോ ഫീച്ചേഴ്സ് ആണല്ലേ ഇതൊക്കെ? അതെ. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത് ഈ സർവീസ് മെഷ് ആണോ അതോ? അല്ല, ഇസ്റ്റിയോ എന്ന് പറഞ്ഞ സർവീസ് മെഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, ഒരു പ്രൊഡക്ഷൻ ഗ്രേഡ് ആണ് ഇസ്റ്റിയോ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സർവീസ് മെഷ് ആണ്. ഈ ഗേറ്റ് വേ നമ്മൾ സോറി ഏതാണ് അല്ല നമ്മള് ഇസ്റ്റിയോ ഗേറ്റ് വേ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഇസ്റ്റിയോ നെയിം സ്പേസിലും നമ്മള് വിർച്വൽ സർവീസ് ഇല്ല ആപ്ലിക്കേഷൻ നെയിം സ്പേസ് ഇല്ല കോർ. ഓക്കെ, ഈ വിർച്വൽ സർവീസും ഗേറ്റ് വേ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വിർച്വൽ സർവീസിനകത്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ട്രാഫിക് എങ്ങനെയൊക്കെ പോകണം, ഏതിലോട്ട് പോയിന്റ് ചെയ്യണം, ആർക്കൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഡിഫൈൻ ചെയ്യുന്ന വിർച്വൽ സർവീസ്. ഓക്കെ, ഇപ്പോ ട്രാഫിക് ലോഡ് ബാലൻസർ ഇസ്റ്റിയോയിലെത്തി. അപ്പൊ ഇസ്റ്റിയോന്ന് ഈ പാത്ത് വേസ് അങ്ങനെ പോകുന്നത് ഈ വിർച്വൽ സർവീസിൽ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണോ? കറക്റ്റ്. ഒരു റൂട്ടിംഗ് മെക്കാനിസം എന്ന് പറയാം കേട്ടോ. ഈ റൂട്ടിംഗ് മെക്കാനിസം ആണ് ആക്ച്വലി ട്രാഫിക് എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ V1 ഉം V2 അല്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ സർവീസിനകത്ത് പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് V1 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ പേര് അതിന്റെ സർവീസ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഓഫ് എന്താ പറയുന്ന ട്രാഫിക് പോകണം അതായിരിക്കും നമ്മൾ ഇതിന്റെ സർവീസിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത് വിർച്വൽ സർവീസിനകത്ത്. എന്നിട്ട് തൊട്ടടുത്ത് നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് V2 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിനകത്ത് ഇത്ര ശതമാനം ട്രാഫിക് പോകണം. എന്നിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യും. മനസ്സിലായില്ലേ? ശേഷം ഇസ്റ്റിയോയുടെ സർവീസ് തന്നെ എന്ത് ചെയ്തോളും, അതിന്റെ എൻവൈ പ്രോക്സി വഴി നമ്മളെ ട്രാഫിക്കുകൾ പോണതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗേറ്റ് വേയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മീൻസ് ലൈക്ക് ഈ ട്രാഫിക് മാനേജ്മെന്റ് ഇസ്റ്റിയോയിലേക്ക് സർവീസ് എത്തുന്നതും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇസ്റ്റിയോ പാത്ത് ബേസ്ഡ് നോക്കുന്നതോ അല്ലെങ്കിൽ ഹോസ്റ്റ് ബേസ്ഡ് മീൻസ് ലൈക്ക് ആ ഒരു ട്രാഫിക് സെപ്പറേഷനും ഏത് സർവീസിലേക്ക് പോകണമെന്നുള്ളത് ഗേറ്റ് വേയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അല്ല, അതെല്ലാം നമ്മൾ ലോജിക്കലി ഡിഫൈൻ ചെയ്യുന്നത് വിർച്വൽ സർവീസ് വെച്ചിട്ടായിരിക്കും. വിർച്വൽ സർവീസിലേക്ക്. അതെ. അപ്പൊ ഗേറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്റ്റിയോയില് ആ ഗേറ്റ് വേ മീൻസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഇപ്പൊ ഈ ട്രാഫിക് മീൻസ് ഏത് സർട്ടിഫിക്കറ്റ് സൈഫേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഗേറ്റ് വേ സർവീസ് ആണ്. ഔട്ട്സൈഡ് എന്നുള്ള രീതിയിൽ ഒരു ലോഡ് ബാലൻസർ പോലെ. കറക്റ്റ്. ഓക്കെ, ഇതൊരു ഇസ്റ്റിയോടെ ഒരു സിമ്പിൾ YAML മാനിഫെസ്റ്റ് ആണ്. ഇത് നമ്മൾ ഡെസ്റ്റിനേഷൻ റൂളും നമ്മുടെ ഇതും പറഞ്ഞു കൊടുക്കും. ഏതാണ് വിർച്വൽ സർവീസും പറയുന്നത്. വിർച്വൽ സർവീസിനകത്ത് നമ്മൾ ഇതാണ് വിർച്വൽ സർവീസ്, ഒരു സിമ്പിൾ വിർച്വൽ സർവീസ്. അതിന്റെ സർവീസ് കൈൻഡ് വിർച്വൽ സർവീസ് പറഞ്ഞു കൊടുത്തു. കാരണം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തോണം. ഏതാണ് ഇസ്റ്റിയോ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ റിസോഴ്സ് എന്താ പറ്റും, Kubernetes API സർവീസ് മനസ്സിലാവും. ശേഷം അതിനൊരു പേര് കൊടുത്തു. അതിനുശേഷം സ്പെക്ക് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് HTTP റൂട്ട് ചെയ്യാൻ ഡിഫൈൻ ചെയ്തു. അതിന്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ട്, ഹോസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. എത്ര സബ്സെറ്റ്, അതിന്റെ V1 V2 ഒക്കെ ഉണ്ട്, അതാണ് നമ്മൾ സബ്സെറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കാനറി ബേസ്ഡ് ആയിട്ടുള്ള വെയിറ്റേജ് 80-20 എന്നുള്ള. കറക്റ്റ്. അപ്പൊ അടുത്തൊരു ചോദ്യം, സോറി, ഡെസ്റ്റിനേഷൻ റൂളും വിർച്വൽ സർവീസും ഡെസ്റ്റിനേഷൻ റൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡെസ്റ്റിനേഷൻ റൂളിനകത്തായിരിക്കും ആരൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ റൂൾ കണ്ടില്ലേ. അത് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് ഞങ്ങൾക്ക് ഇന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സ്പെസിഫൈ ആയാലും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ആപ്പിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളാണ് ചെയ്തത്, അപ്പൊ അതിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ സബ്സെറ്റിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആപ്പിളിന്റെ ഒരു V1 ഉണ്ട്, അതിന്റെ ലേബിൾ ഡിഫൈൻ ചെയ്യാം, വെർഷൻ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ തന്നെ ഒരു V2 ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഒന്നുമില്ല, ഇസ്റ്റേക്ക് മനസ്സിലാണ് ഞങ്ങൾക്ക് 2 ആപ്ലിക്കേഷനാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ പറയാൻ മനസ്സിലാകാൻ വേണ്ടി 2 ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്തു. ഡെസ്റ്റിനേഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം ഇസ്റ്റേക്ക് മനസ്സിലാവും ഇന്ന 2 ആപ്ലിക്കേഷൻ ആണ് എന്റെ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാവും. ശേഷം ആ ഡെസ്റ്റിനേഷനിലോട്ട് ഈ
ട്രാഫിക് എങ്ങനെ പോകണം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് വിർച്വൽ സർവീസിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ 2 ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തു. ഇതിനകത്തോട്ട് എത്ര ശതമാനം ട്രാഫിക് പോകണമെന്നുള്ളത് നമ്മൾ ഈ റൂട്ട് വെച്ച് പറഞ്ഞു കൊടുക്കും. അതിനകത്ത് വെയിറ്റേജ് വെച്ച് കൊടുത്തു പോകും. പ്രൊഡക്ഷനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം 20 കൊടുക്കും, പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഇത് കൂട്ടി ഫൈനലി ഇവിടെ 100 ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഇതൊരു സോഫ്റ്റ്വെയർ ഫയർവാൾ പോലെയാണോ ഇത് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ഫയർവാൾ എന്നല്ല പറയുന്നത്, ഇതൊരു സർവീസാണ്. നമ്മൾ ക്യൂബർനെറ്റിസ് ക്ലസ്റ്ററിനകത്ത് ലോജിക്കലി നമ്മൾ എല്ലാം സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇസ്റ്റിയോ എന്ന് പറയുന്നൊരു സർവീസ് മെഷ് യൂസ് ചെയ്ത് പോകണം എന്നാണ് വിചാരിക്കാം. നമുക്ക് ഒരു ഇതിൻ്റെ അകത്ത് ഓതന്റിക്കേഷൻ സാധനങ്ങളും വരുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഓഡിറ്റിംഗ് പോസിബിൾ ആണോ ഇതിന്? പോസിബിൾ ആണ്. കാരണം പോളിറ്റ് ബോർഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണല്ലോ നമ്മളെ. അതിനകത്ത് ആരൊക്കെ ഏതൊക്കെ സർവീസ് എപ്പോൾ യൂസ് ചെയ്ത്, എത്ര റീട്രൈ വന്നു, എത്ര പ്രാവശ്യം ബ്രേക്ക് ആയി, ഏത് സർവീസിന് റിക്വസ്റ്റ് ചെയ്തു, അതിന്റെ ടൈമും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലിസ്റ്റ് കൊണ്ട് എടുക്കാൻ പറ്റും. എക്സ്ട്രാ ലൈസൻസ് വല്ലതുണ്ടോ? ലൈസൻസ് ഇല്ല. പിന്നെ നമ്മൾ ക്ലസ്റ്റർ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഈ സെൻട്രലൈസ്ഡ് ലോഗിൻ വെച്ചിട്ടായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ പ്യൂർ സെക്യൂർ ആക്കാൻ വേണ്ടിയാണ്. ഒരു ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ നമ്മൾ മോണിറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു സെൻട്രലൈസ്ഡ് ലോഗിൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും, ELK എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പം ലൈവ് റൺ ചെയ്യുന്ന ഒരു ക്യൂബർനെറ്റിസ് ക്ലസ്റ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ഡേറ്റ എടുത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ എലാസ്റ്റിക് സെർച്ച് പോലെ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തെ ലോഗ്സ് എല്ലാം അവിടെ സ്റ്റോർ ആയിരിക്കും. അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കിബാനയും ലോഗ് സ്റ്റാഷും മറ്റേ ഫ്ലോക്കി എന്നൊക്കെ പറഞ്ഞ ടൂൾസ് ഉണ്ട്. ഈ ഇസ്റ്റിയോക്ക് ഇതിനല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഇസ്റ്റിയോ അല്ലാതെ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ടോ? ഇസ്റ്റിയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷനകത്ത് ഇസ്റ്റിയോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻബിൽഡ് സർവീസ് ഉണ്ട്. അപ്പം അതൊന്നും അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഇതിന്റെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫങ്ഷണൽ ഇല്ലല്ലേ? പിന്നെ വേറെ പല മെഷ് സർവീസ് ഇസ്റ്റിയാണ് കോമൺ ആയിട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ വാസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ്. പിന്നെയും മറ്റേ OSM ആണോ? അല്ല, ആൻഡോ സർവീസ് മെഷ് അതൊരു ഇതാണോ, അതോ ഇസ്റ്റിക്ക് ടോപ്പ് ലെവലിൽ വരുന്ന ഒരു ഇതുപോലെയാണോ അത്? അല്ല, നമ്മൾ കോമൺ ആയിട്ട് ഇസ്റ്റി തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിങ്കർ ഡി ഉണ്ട്, പിന്നെ OSM എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്. ഒരു ലൈറ്റ് വെയിറ്റ് മെഷ് ആണ് അത്. ഓപ്പൺ സർവീസ് മെഷ് എന്ന് പറയും OSM. അല്ല, ഇത് മറ്റേ ഗൂഗിളിന്റെ ഗൂഗിൾ സർവീസ് മറ്റേ ആൻഡോ സർവീസ് മെഷ് എന്ന് പറഞ്ഞിട്ട് ആഷികോർപ്പ് ആണോ? ആഷികോർപ്പ് കോൺസോൾ എന്ന് പറഞ്ഞ? അല്ലല്ല, ആൻഡോ സർവീസ് മെഷ് എന്ന് പറഞ്ഞിട്ട് അതൊരു മൾട്ടി ക്ലൗഡ് ട്രാഫിക് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഗൂഗിളിന്റെ ആണോ? ആ, ഗൂഗിൾ ഞാൻ കേട്ടിട്ടില്ല. അഷ്യൂറിന് സർവീസ് മെഷ് ഇല്ലെന്ന് വെച്ചാൽ AWSന്റെ ആപ്പ് മെഷ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ട്. AWS ആപ്പ് മെഷ് എന്ന് പറയുന്നത്. അത് മാനേജ്ഡ് സർവീസ് മെഷാ. നമ്മളെ AWS വർക്ക് ലോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ഇത് എല്ലാ ബോർഡ്സും ഒരേ വെർച്വൽ നെറ്റ്വർക്കിലാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? അത് ഓൾറെഡി സെക്യൂർ ആയിരിക്കില്ലേ? ഏതാണ് നമ്മളെ ഇപ്പോൾ പോർട്സ് ഒക്കെ സെയിം വെർച്വൽ നെറ്റ്വർക്കിലാണ് ഉള്ളതെങ്കിൽ ഇസ്റ്റിയോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ? വേണം. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ. അപ്പൊ ഈവൻ ആരെങ്കിലും നെറ്റ്വർക്ക് ആക്സസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രോപ്പർ ആയിട്ട് എന്തില്ല നമുക്ക് അതിനകത്ത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ബൈ ഡിഫാൾട്ട് മെക്കാനിസം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു എക്സാമ്പിൾ എടുത്തോ. അപ്പം ഒരു പോഡ് വേറെ പോഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു n നമ്പേഴ്സ് ഓഫ് ഫോഡുള്ള കേസിൽ ഇപ്പം ഒരുപാട് സർവീസ് ഒക്കെ റെസ്പോൺസ് ചെയ്യുന്ന കേസിൽ അവിടെ ഒരുപാട് ട്രാഫിക് വരാം, ഒരുപാട് കൺജക്ഷൻസ് വരാം. അങ്ങനെ അവിടെ ഒന്നും പ്രോപ്പർ ആയിട്ട് എന്തില്ല, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് മാനേജ് വരുന്നില്ല അവിടെ. ഇസ്റ്റിയോ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യൂസ് കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഒരു ഹൈ ലെവൽ നോളജ് കിട്ടിയ എല്ലാവർക്കും എന്താണ് ഇസ്റ്റോ, എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അതിന്റെ ബെനിഫിറ്റ്സ്. അതെ അതെ കിട്ടി കിട്ടി. അപ്പം ഈ എന്താ പറയുക, ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പില് ചോദിക്കാം. പിന്നെ നമ്മളൊരു പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഒരു 10 കമ്പനി എടുത്തെന്നിരിക്കട്ടെ, ഒരു എന്താ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 1, 2, 3, 4 ഒക്കെ ഇവരൊക്കെ ഉള്ളു കേട്ടോ. ഈ പറയുന്ന പോലെ കുറച്ച് സെക്യൂർ ആക്കാൻ വേണ്ടി ഇസ്റ്റോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് നമ്മൾ അങ്ങനെ കാണാറില്ല ഇസ്റ്റോയുടെ കേസ്. അപ്പം അതൊരു എന്താ പറയുന്ന ഒരു ലെവൽ ഓഫ് അഡ്വാൻസ് എന്താ പറയാം എന്ന് വെച്ചാൽ സെക്യൂരിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും നമുക്ക്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം മാത്രമായിരുന്നു. അതാണ് ഈ സൈഡ് കാറിന്റെ കൗണ്ട് കൂടുന്നതായിട്ട്, നമ്മൾ ആപ്ലിക്കേഷൻ പോഡ് കൂടുന്നതനുസരിച്ച് സൈഡ് കാറും കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് കൺസ്ട്രെയിൻ വരും എവിടെയാണ് CPU മെമ്മറിയുടെ കേസ് വരുമ്പം. അതിനുവേണ്ടി തന്നെ ഒരുപാട് റിസോഴ്സ് വരാം. ഒരു പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതിന്റെ കോസ്റ്റും വലുതായിരിക്കും. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതേ ഏതൊക്കെ കമ്പോണന്റ് എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയാമോ? കാണിച്ചു തരാം. നമ്മള് ഇസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇസ്റ്റോയുടെ പാക്കേജ് ഡൗൺലോഡ് ചെയ്ത്, ഇപ്പൊ ഞാൻ ലോക്കൽ മെഷീൻ ഞാൻ ഓൾറെഡി ക്യൂബാനൽ ക്ലസ്റ്ററായിട്ട് കണക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ലോക്കൽ മെഷീനാണ്, ഐ മീൻ ഒരു വിർച്വൽ സെർവറാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തു, ഒരു 3 നോഡ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്ക്രാച്ചിൽ നിൽക്കുകയാണ്, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് EKS ക്ലസ്റ്റർ ആണേ, എലാസ്റ്റിക് ക്യൂബാനൽ ക്ലസ്റ്റർ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോക്കൽ മെഷീനകത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനത് ക്ലൗഡ് മെഷീൻ എടുത്തതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോർമൽ നമ്മൾ ഈ സെയിം ലാപ്ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം പ്രോസസ് ചെയ്യാം. അതിനുവേണ്ടി ഇതിന്റെ ക്യൂബ് കോൺഫ് ഫയലും പിന്നെ ക്യൂബ് സീരിയൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പം അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ലിനക്സ് മെഷീൻ എടുത്തിട്ട് ആ മെഷീൻ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ക്യൂബാനൽ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ശേഷം ഇവിടെ തന്നെ നമ്മൾ ഇസ്റ്റോയുടെ പാക്കേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇസ്റ്റോയുടെ പാക്കേജ് ഡൗൺലോഡ് ചെയ്തു. ശേഷം ഇസ്റ്റോയുടെ ഒരു പാത്ത് കോൺഫിഗർ ചെയ്യണം. ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ സെയിം മെഷീനകത്ത് തന്നെ ഇസ്റ്റോ CTL ഉണ്ട് കേട്ടോ. ഇസ്റ്റോയുടെ തന്നെ ഇസ്റ്റോ CTL കമാൻഡ് ലൈൻ ടൂൾ ആണ്. ഇസ്റ്റോ CTL ഓക്കെ. ഇസ്റ്റോ CTL ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോക്കൽ മെഷീനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഇസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്യും. എങ്ങോട്ട്, നമ്മൾ ക്യൂബാനൽ ക്ലസ്റ്ററോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് പോകാനായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ബാക്ക് എൻഡിൽ നിന്ന് നടക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, ബാക്ക് എൻഡിൽ എങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നത്, നമ്മൾ ക്ലസ്റ്ററായിട്ട് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇസ്റ്റോ CTL വെച്ചൊരു കമാൻഡ് ഈ ലോക്കൽ മെഷീനകത്ത് റൺ ചെയ്യുന്ന സമയത്ത് ഇസ്റ്റോ CTL തന്നെ ക്യൂബ് CTLന്റെ സഹായത്തോടെ ഓക്കെ നേരെ നമ്മളെ ക്ലസ്റ്ററായിട്ട് കണക്ട് ചെയ്ത് ക്ലസ്റ്ററിലോട്ട് നമ്മൾ ഇസ്റ്റോയുടെ കോർ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ അതിന്റെ ഒരു പ്രോസസ് വരുന്നത്. ഇപ്പൊ ഹെലം എങ്ങനെ വർക്ക് ചെയ്യുന്ന? ഓക്കെ, പക്ഷേ ഇസ്റ്റോന് പ്രത്യേകം ഡൗൺ ടൈം വേണ്ടി വരുമോ അതിന്റെ ഗേറ്റ് വേ സർവീസോ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇൻക്രീസ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്? വേണ്ട, ഇസ്റ്റോ CTL ഇൻസ്റ്റാൾ ഇത് ഇസ്റ്റോ CTL കമാൻഡ് ലൈൻ ടൂൾ ആണ്. ഓക്കെ പറഞ്ഞോ. എന്താ ചോദിച്ചത്? ഇല്ല, ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ പാത്ത് കോൺഫിഗർ ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ.
ഇത് ലെവൽ ലെയർ 4 തൊട്ട് ലെയർ 7 വരെ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ലെയർ 4 ചെയ്യാൻ നോർമൽ പറ്റും അല്ലേ? ബിഹേവിയർ ലെയർ 4 വെച്ചിട്ടായിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ലെയർ 7 നമുക്ക് അതിന്റെ ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു ഹെവി മോഡിനകത്ത് റൺ ചെയ്യണമെങ്കിൽ ലെയർ 7 പോകും. ഓക്കെ. ലെയർ 3 ലെവലില് അപ്പൊ എങ്ങനെയാണ് എൻക്രിപ്ഷൻ വർക്ക്? അത് സെയിം തന്നെയാണല്ലേ? ഏതാണ് ലെയർ 3 ലെവലില് നെറ്റ്വർക്ക് ലെവലില് എൻക്രിപ്ഷൻ വരും പറഞ്ഞില്ലേ? ഇത് കാണുന്നുണ്ടല്ലോ, ഹിസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്യണേ. ഹിസ്റ്റോയുടെ ഒരു സിമ്പിളാണിത്. ഇപ്പം ഹിസ്റ്റോ കോർ ഇൻസ്റ്റാൾഡ് ആയി. അടുത്തത് ഹിസ്റ്റോ ഡി, ഹിസ്റ്റോ ഇൻഗ്രസ് ഇൻസ്റ്റാൾഡ്, ഇൻഗ്രസ് ഗേറ്റ് ഇൻസ്റ്റാൾഡ്, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ്. ഇത് ഞാൻ ലോക്കൽ മെഷീനിൽ റൺ ചെയ്തതാണ്. ഹിസ്റ്റോ CTL കമാൻഡ് ലൈൻ ടൂൾ കൊണ്ട് അപ്പൊ ലോക്കൽ മെഷീനിന് കണക്റ്റായിരിക്കുന്ന എല്ലാ ക്ലസ്റ്ററിനും ഇത് ആപ്ലിക്കബിൾ ആവോ? അതെ, ഇപ്പം അറ്റ് എ ടൈം നമ്മൾ ഒറ്റ ക്ലസ്റ്ററായിട്ട് കണക്ട് ചെയ്യും. എങ്ങനെയായിരിക്കും? CTL വെച്ചിട്ട് അതിന്റെ കോൺഫിഗ് ഫയൽ എടുത്തിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പൊ എന്റെ കറസ്പോണ്ടിങ് ഇതാണ് ഞാൻ എന്റെ കോൺടാക്ട്സ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു 10 ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ 10ാമത്തെ ക്ലസ്റ്ററിന് വേണമെങ്കിൽ 10ാമത്തെ ക്ലസ്റ്ററിന്റെ ക്യൂബ് കോൺഫിഗ് ആയിരിക്കും ഞാൻ കോൺടാക്ട്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലസ്റ്റർ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യണ്ട, ഹിസ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിപ്പം ക്രിയേറ്റ് ചെയ്തതാണേ, ഹിസ്റ്റോ സിസ്റ്റം. ഇതാണ് ആ സർവീസ്. ഇൻഗ്രസ് ഗേറ്റ്വേ ഹിസ്റ്റോ ഡി. ഇതാണ് അതിന്റെ കോർ സർവീസ് എന്ന് പറയുന്നത്. കോർ ബൈനറി ഫയലാണ്. ഈഗ്രസ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷൻസ്. ഇപ്പൊ ക്ലസ്റ്ററിന്റെ അകത്തുനിന്ന് വേറെ ഏതെങ്കിലും സർവീസ് മീൻസ് ലൈക്ക് ഔട്ട്സൈഡ് ഇപ്പോ ഇത് നമ്മളിപ്പം ക്ലസ്റ്ററിനകത്ത് ഹിസ്റ്റോ ഇൻസ്റ്റാളേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഹിസ്റ്റോ എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞങ്ങൾ ക്ലസ്റ്ററിനകത്ത് ഇത് എന്ത് വേണം, ഹിസ്റ്റോ വർക്ക് ചെയ്യണം, ഇന്ന നെയിം സ്പേസ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു YAML മാനിഫെസ്റ്റ് ചെയ്തതാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് റൺ ചെയ്യാമേ. ഇമേജ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ജസ്റ്റ് നമുക്കൊരു Nginx റൺ ചെയ്യാം. ഞാൻ Kubernetes അപ്ലൈ ചെയ്യണം. CTL apply -f app.yaml. ഇപ്പം ഒരു എന്താണ് നമ്മളെ ആപ്ലിക്കേഷൻ പോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിന്റെ മെക്കാനിസം അറിയാല്ലേ? ശരിക്കും പോഡ് ഇപ്പൊ 2 പോഡ് റെപ്ലിക്ക 2 പറഞ്ഞു കൊടുത്തിട്ടാണ് ഇതിപ്പോ 2 പോഡ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. കണ്ടെയ്നറിന്റെ പേര് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു. ശേഷം എന്ത് ചെയ്തു, 2 ഇവിടെ 1 by 1 എന്നുള്ള രീതിയിൽ കാണുന്ന മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, രണ്ട് പോഡിന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റ പോഡാക്കാം.
അപ്പോൾ ഇവിടെ നമ്മളൊരു പോഡ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ പേര് വെച്ചിട്ട് ഒരു പോഡ് ക്രിയേറ്റ് ആയി. പോഡിനകത്ത് 1 by 1 എന്ന് വെച്ചാൽ അതിനകത്തുള്ള റെപ്ലിക്കയുടെ കൗണ്ട് ആയിരിക്കും, റെപ്ലിക്ക അല്ല സോറി, അതിനകത്തുള്ള കണ്ടെയ്നർ 1 by 1 എന്ന് വെച്ചാൽ ആ ബോർഡിനകത്ത് ഒരു കണ്ടെയ്നർ റൺ ആവുന്നുള്ളൂ. 0 by 1 എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ റൺ ആയിട്ടില്ലെന്ന് അർത്ഥം, മനസ്സിലാവുണ്ടോ? സ്റ്റാറ്റസ് റണ്ണിങ്, ബാക്കി അതിന്റെ ഏജും റീസ്റ്റാർട്ട് കൗണ്ട് ഒക്കെ കാണിക്കുന്ന. അപ്പം ഇതിനകത്ത് നമ്മൾ ഇസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്ത് ക്ലസ്റ്ററിനകത്ത്, പക്ഷെ നമ്മൾ ഇസ്റ്റോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ടില്ല അത് യഥാർത്ഥത്തിൽ. ഇഞ്ചക്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നപ്പോഴും നെയിം സ്പേസ് വെച്ചിട്ടായിരിക്കും. ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ആ നെയിം സ്പേസിനകത്ത് നമ്മൾ ഇസ്റ്റോ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരുന്നാൽ ആ നെയിം സ്പേസ് വരുന്ന ആപ്ലിക്കേഷൻസിലായിരിക്കും ഈ പറയുന്ന സൈഡ് കാർ ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. എന്ന് പറയുമ്പോൾ ആ നെയിം സ്പേസിലുള്ള ആപ്ലിക്കേഷൻസിന് മാത്രം ഈ പറയുന്ന സെക്യൂരിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയോ? നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ഡിഫോൾട്ട് നെയിം സ്പേസിൽ ആപ്ലിക്കേഷൻ പ്ലേ ചെയ്തു. അതിനകത്ത് എന്തില്ല, ആപ്ലിക്കേഷൻ ഇസ്റ്റോ സൈഡ് കാർ ഇല്ല ആപ്ലിക്കേഷനകത്ത്. ഇനി നമുക്ക് ഇസ്റ്റോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇനി നമുക്ക് സൈഡ് കാർ അല്ലെങ്കിൽ ഇസ്റ്റോ നമുക്ക് ഇന്ന നെയിം സ്പേസിനകത്ത് ഇസ്റ്റോയുടെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനേബിൾ ചെയ്യണം. ഇസ്റ്റോ ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇസ്റ്റോ ഇഞ്ചക്ഷൻ നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന സൈഡ് കാറും അല്ലെങ്കിൽ ഇസ്റ്റോയുടെ മറ്റുള്ള ഫീച്ചേഴ്സ് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ കിട്ടത്തുള്ളൂ. അപ്പം ബിഫോർ ഡിപ്ലോയിങ് ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നെയിം സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡെമോ എന്ന് പറഞ്ഞൊരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഡെമോ നെയിം സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഡെമോ നെയിം സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസ്റ്റോ എനേബിൾ ചെയ്യുന്നത്. ശേഷം ഡെമോ നെയിം സ്പേസിലോട്ട് നമ്മൾ എത്ര ആപ്ലിക്കേഷൻ ഡിപ്ലോ ചെയ്താലും അതിനെല്ലാം എന്തുണ്ടാവും, ഇസ്റ്റോയുടെ സൈഡ് കാർ ക്രിയേറ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് എനേബിൾ ചെയ്യാം. ലേബിൾ വെച്ചിട്ട് ലേബിൾ ഡെമോ ഇസ്റ്റോ ഇൻഡക്ഷൻ ഈക്വൽ enabled. ഓക്കെ, ഇപ്പൊ നമ്മള് ഡെമോ നെയിം സ്പേസ് നമ്മൾ എന്ത് ചെയ്തു, ഇസ്റ്റോ എനേബിൾ ചെയ്തു. ഇനി നമ്മൾ ഈ ഡെമോ നെയിം സ്പേസിലോട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ സെയിം ആപ്ലിക്കേഷൻ ചെയ്യാൻ പോയെ, ആ നെയിം സ്പേസ് മാറി. ഇപ്പൊ നമ്മൾ ഇപ്പൊ മോളി റൺ ചെയ്യുന്നത് എവിടെയാണ്, ഇത് നമ്മൾ ഡിഫോൾട്ട് നെയിം സ്പേസിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ആപ്ലിക്കേഷൻ അതിന്റെ നെയിം സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഡെമോയിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഹിറ്റ് എൻ്റർ. അപ്പം സെയിം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എൻജിനിക്സിന്റെ കോഡും കണ്ടെയ്നറും ഡെമോ നെയിം സ്പേസിനും കൂടെ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 by 2 ആയിരിക്കും, കണ്ടില്ലേ? 2 by 2 എന്നൊരു ഇതിനകത്തായിരിക്കും വരുന്നത്. കണ്ടില്ലേ? അത് 2 by 2 വരാൻ കാരണം എന്തായിരിക്കും, സൈഡ് കാർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ഡിപ്ലോയ് ചെയ്തു. ഇപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചു തരാം. Describe code. ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ടെയ്നറിന്റെ ആ ഒരു സ്പെക്കിനകത്ത് വരുമ്പം ഏതൊക്കെ കണ്ടെയ്നർ റൺ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആ പോഡിനകത്ത് എത്ര കണ്ടെയ്നർ എന്നുള്ള ഇതിൽ. ഇതാണ്ടോ കണ്ടെയ്നർ, ഇതാണ് കണ്ടെയ്നർ പാർട്ട് കേട്ടോ. ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ ഏത് കണ്ടെയ്നറാണ്, കണ്ടെയ്നർ ഇമേജ് എൻജിനിക്സ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് എൻജിനിക്സ് അല്ലാതെ വേറെ കണ്ടെയ്നർ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടോ?
വേറൊന്നും കാണുന്നില്ല. കാരണം നമ്മൾ ഇത് എക്സ്പോസ് ചെയ്തിട്ടില്ല. ഒരു കമാൻഡ് ഉണ്ടായിരുന്നു, കറക്റ്റ് അതിന്റെ ഇത് കാണിച്ചു തരും. നോക്കട്ടെ, kubectl get pod dash container 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 path. Okay. കോക്കനട്ട് കണ്ടെയ്നർ ഇവിടെ കാണുന്നില്ലേ? കണ്ടെയ്നറിന്റെ പേര് വന്നിട്ടുണ്ടോ? നമ്മൾ കണ്ടെയ്നറിന്റെ പേര് ഇങ്ങനെ കൊടുത്തതിന്റെ പേരിലാണ് യാമൽ മാനിഫെസ്റ്റിനകത്ത് കണ്ടെയ്നറിന്റെ പേര് നമ്മൾ ഡിഫൈൻ ചെയ്തതിന്റെ പേരിൽ ഇവിടെ ഇതാണ് നമ്മൾ കണ്ടെയ്നർ ആയിട്ട് കാണിക്കുന്നത്. തൊട്ട് കൊണ്ടേ കാണുന്നതാ. ഈ പേര് യാമൽ മാനിഫെസ്റ്റ് നമ്മൾ മാറ്റി കൊടുത്തിരുന്നെങ്കിൽ ബൈ ഡിഫോൾട്ട് എൻജിനിക്സ് ആയിരിക്കും ഇവിടെ കാണുന്നത്. അങ്ങനെ വിചാരിക്കാം. ഞാൻ കോപ്പി ചെയ്യാം. അതല്ല, ഇനി നമുക്ക് ഈ പറയുന്ന പോലെ നെയിം സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. demo ആദ്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. രണ്ട് ബോർഡ് കാണാൻ പറ്റുമോ? അപ്പോൾ അതിൽ രണ്ട് ഇമേജ്, കണ്ടെയ്നർ ഇമേജ്, ഡിഫറെന്റ് നെയിം സ്പേസ് ആണ്. നെയിം സ്പേസ് ഡിഫൈൻ ചെയ്യാം. ഇവിടെ നോക്കിയാൽ മതി. വേണ്ട, കണ്ടെയ്നർ പാർട്ടിലോട്ട് വരുമ്പോൾ വേണ്ട, അത് ഫസ്റ്റ് കണ്ടെയ്നർ നമ്മുടെ എൻജിനിക്സ് ഇമേജ് കണ്ടെയ്നർ വരും, മറ്റുള്ള കാര്യം കാണുന്നു. സെക്കൻഡ് അടുത്തൊരു ഇമേജ് കൂടെ, ഒരു രണ്ടാമത്തെ കണ്ടെയ്നറിന്റെ സ്പെക്കാണ് ഈ കാണുന്നത്. അല്ലാതാണ് നമ്മൾ കണ്ടെയ്നർ ഐ ഡി, കണ്ടെയ്നർ ഇമേജും കണ്ടില്ലേ? സൈഡ് കാർ പ്രോക്സിയുടെ വെർഷനാണ് റൺ ചെയ്യുന്നത്. അതിന്റെ പേര് യൂസ്റ്റിയോ പ്രോക്സി സൈഡ് കാർ. അതിന്റെ മറ്റുള്ള കോൺഫിഗറേഷൻസും കാണാൻ പറ്റും ഇവിടെ. കണ്ടില്ലേ? നമ്മളത് അതിന്റെ ജസ്റ്റ് കണ്ടെയ്നർ നെയിം മാത്രം എടുത്തപ്പം രണ്ട് കണ്ടെയ്നറിന്റെ പേരാണ് വന്നേക്കുന്നത്. കോക്കനട്ട് കണ്ടെയ്നർ എന്നൊരു കണ്ടെയ്നർ ഉണ്ട്, കൂടാതെ എന്തുണ്ട്, യൂസ്റ്റിയോ പ്രോക്സി എന്ന് പറഞ്ഞ രണ്ടാമത്തെ കണ്ടെയ്നർ. ഇതിനകത്ത് ഈ ഒരു സെയിം നെയിം സ്പേസ് നമ്മൾ എത്ര ആപ്ലിക്കേഷനിൽ പോയാലും അതിന് കൂടെ എപ്പോഴും എന്തുണ്ടാവും? യൂസ്റ്റിയോ പ്രോക്സി ഉണ്ടാവും. ശേഷം കമ്മ്യൂണിക്കേഷൻ പോണതെല്ലാം എന്ത് വഴിയായിരിക്കും? യൂസ്റ്റിയോ പ്രോക്സി ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ പോണത്. ഇതിപ്പം സിംഗിൾ ടയർ ആണ്. ഇപ്പോൾ മൾട്ടി ടയർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാത്തിലും പ്രോക്സി ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോണത് ത്രൂ പ്രോക്സി സെർവർ ആയിരിക്കും, പ്രോക്സി കണ്ടെയ്നർ വഴി ആയിരിക്കും പോണത്.
ഇതാണ് അതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വന്ന സെഷൻ ഇതാണെന്ന്. ഇത് കുറച്ച് വാസ്റ്റ് ആണ്. ക്യൂബർനെറ്റിസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ടോപ്പിക് ആണ്. അതിനകത്ത് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഹിസ്റ്ററി ഒക്കെ നമ്മൾ ചെയ്തു പോകുന്നത്. ഇപ്പൊ ക്യൂബർനെറ്റിസ് പഠിക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ ആദ്യമേ ഹിസ്റ്ററിയോട് പോകേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ ക്യൂബർനെറ്റിസിന്റെ ആർക്കിടെക്ചറും അതിന്റെ മറ്റുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ്, സർവീസും എക്സ്പോസിങ്ങും മാനേജർ ക്യൂബർനെറ്റ് ക്ലസ്റ്ററും സെൽഫ് ഹോസ്റ്റഡ് ക്യൂബർനെറ്റ് ക്ലസ്റ്ററും പിന്നെ ഈ പറയുന്ന എന്താണ് ഹൈ അവൈലബിൾ ക്യൂബർനെറ്റ് ക്ലസ്റ്റർ ഒക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിന്റെ ആർക്കിടെക്ചറും വർക്ക് ഫ്ലോയും. ഒരു ക്യൂബർനെറ്റിസ് ഒരു എന്താ പറയുക, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നടക്കുന്ന ഒരു വർക്ക് ഫ്ലോ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇന്റർവ്യൂ സ്പെസിഫിക്കും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഒരു ക്യൂബ് സീരിയൽ ഒരു ഫയൽ നമ്മൾ അപ്ലൈ ചെയ്യും, ലോക്കൽ മെഷീൻ ഒരു യാമ്പിൾ മാനിഫെസ്റ്റ് അപ്ലൈ ചെയ്താൽ അത് ക്യൂബർനെറ്റിസിനകത്ത് വന്ന് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ ബേസിക് നോളജ് ഒക്കെ ആദ്യം പഠിച്ച് പോകണമായിരിക്കും ബെറ്റർ. ശേഷം നമ്മൾ ഇതേപോലെ സെക്യൂർ ആക്കാൻ വേണ്ടി ഇതുപോലെ സർവീസ് മെഷും അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം. അതായത് ഇനി ഇതൊക്കെ നമ്മളുടെ കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ടോപ്പിക്സിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇത്രയും നാളും കണ്ടത് ഭയങ്കര ബേസിക്സ് ആണ്. ലൈക്ക് ഇനിയുള്ളതെല്ലാം ഇന്ന് തുടങ്ങിയുള്ളതെല്ലാം അഡ്വാൻസിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്ത സെഷൻ നമ്മുടെ ELK ആണ്. അപ്പോ എല്ലാവരും നന്നായിട്ട് എല്ലാവരും മുടങ്ങാതെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. റെക്കോർഡിംഗ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോ തൗഫീക്ക് ഇതിന് മുമ്പത്തെ സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറയാണ്, ലൈക്ക് ഇതായിരുന്നു ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെഷൻ. കൂടുതൽ ഡൗട്ട്സ് വന്നത് അതുകൊണ്ടാണ്. നമുക്ക് വളരെ കുറച്ച് സെഷൻസിനാണ് ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് തൗഫീഖ്, എന്റെയും ഡെവോപ്സ് മലയാളത്തിന്റെയും ബിഹാഫില്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഒരു ബേസിക് ആയിട്ട് എടുത്താൽ മതി. അത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ബേസിക് ആയിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു.